ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വടക്ക് കിഴക്കൻ സിറിയയിൽ 70 വർഷത്തിലധികമായി നിലനിന്നിരുന്ന ക്രൈസ്തവ പള്ളികളുടെ വിശ്വാസാധിഷ്ഠിത വിദ്യാഭ്യാസം ഉടൻ അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ക്രിസ്ത്യൻ പള്ളികൾ. ഈ മേഖലയിൽ സഭകൾ നടത്തുന്ന 22 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വടക്കൻ കിഴക്കൻ സിറിയയിലെ സ്വയംഭരണ ഭരണകൂടം ഉത്തരവിട്ടതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. ഗാമിഷിലെ ഹസാക്ക, മാലിക്കിയ തുടങ്ങിയ നഗരങ്ങളിലെ സഭയുടെ സ്കൂളുകൾ ഭരണകൂടം നിർബന്ധമാക്കിയ പുതിയ പാഠ്യപദ്ധതി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും സിറിയയുടെ ദേശീയ സിലബസ് തന്നെ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ നടപടി. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്റ്ററിയിൽ ലിയോ 14 പാപ്പ സന്ദർശനം നടത്തി. ദിലേക്സിത്തെ എന്ന പേരിൽ പാപ്പ രചിച്ച അപ്പസ്തോലിക പ്രബോധനം പ്രസിദ്ധീകരിച്ച ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് സന്ദർശനം നടത്തിയത്. വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡിക്കാസ്റ്ററിയിലെ അംഗങ്ങൾക്ക് നന്ദി പറയുകയാണെന്ന് പാപ്പ പറഞ്ഞു. സമഗ്ര മനുഷ്യ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനത്തിനും സേവനങ്ങൾക്കും ഡിക്കാസ്റ്ററി കുടുംബത്തിന് മുഴുവനുമായി പാപ്പ നന്ദി അർപ്പിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ സമാധാന കരാർ യാഥാർത്ഥ്യമായ പശ്ചാത്തലത്തിൽ പ്രതീക്ഷ പങ്കുവെച്ച് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ കാരിത്താസിന്റെ ജെറുസലേം വിഭാഗം ഹമാസ് തടവിലുള്ള എല്ലാ ഇസ്രായേലി ബന്ദികളെയും വേഗത്തിൽ മോചിപ്പിക്കാനും ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിക്കാനും ഗാസയിലേക്ക് മാനുഷിക സഹായം നൽകാനും കരാർ സഹായിക്കുമെന്ന് സംഘടന പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ബന്ദികളെ പരസ്പരം മോചിപ്പിക്കുവാനുള്ള ധാരണ ഉൾപ്പെടെ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. ചിക്കാഗോ ലയോള യൂണിവേഴ്സിറ്റി പുരുഷ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ദീർഘകാല ചാപ്ലിനും ക്യാമ്പസ് ഐക്കണുമായ സിസ്റ്റർ ജീൻ ഡോളേഴ്സ് ഷ്മിറ്റ് അന്തരിച്ചു. 106 വയസ്സുള്ള സിസ്റ്റർ 2025 ഒക്ടോബർ 9-നാണ് അന്തരിച്ചത്. ചിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിലെ പുരുഷ ബാസ്കറ്റ്ബോൾ ടീമിന് നൽകിയ അചഞ്ചലമായ പിന്തുണയിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയയായിരുന്നു സിസ്റ്റർ ജീൻ. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ജീവിതത്തിലൂടെയും കായിക ലോകത്ത് നടത്തിയ അവിസ്മരണീയമായ ഇടപെടലുകളിലൂടെയും സിസ്റ്റർ ജീൻ വിശ്വാസവും കായിക മനോഭാവവും നിശ്ചയദാർഢ്യവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. സിസ്റ്റർ ജീനിന്റെ വിയോഗം ലയോള യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല കത്തോലിക്ക ലോകത്തിനും കായിക പ്രേമികൾക്കും തീരാ നഷ്ടമാണ്. എങ്കിലും പ്രത്യാശയുടെയും പ്രോത്സാഹനത്തിന്റെയും അവരുടെ ഓർമ്മകൾ വരും തലമുറയ്ക്ക് പ്രചോദനമായി നിലകൊള്ളും. പെറുവിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയ അത്ഭുതങ്ങളുടെ നാഥന്റെ അന്താരാഷ്ട്ര പ്രദക്ഷിണം ഈ വർഷം ഒക്ടോബർ 19-ന് റോമിൽ നടക്കും. പ്രദക്ഷിണം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് സമാപിക്കുക. റോമിലെ ബ്രദർഹുഡ് ഓഫ് ദി ലോർഡ് ഓഫ് ദി മിറാക്കിൾസ് ആണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഒക്ടോബർ 18, 19 തീയതികളിലായിട്ടാണ് ചടങ്ങുകൾ നടക്കുക. ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നതിനായി തെക്കേ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പ് എന്നിവിടങ്ങളിലെ ഏകദേശം 40 നഗരങ്ങളിൽ താമസിക്കുന്ന പെറുവിയൻ സമൂഹങ്ങളിൽ നിന്നുള്ള ബ്രദർഹുഡ് ഓഫ് ദി ലോർഡ് ഓഫ് മിറാക്കിൾസിന്റെ പ്രതിനിധികൾ റോമിൽ എത്തും. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.